ഇടതു മുന്നണിയിൽ ഇപ്പോൾ വരുന്നത് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രസ്താവനയാണ്. ആശാ സമരത്തിന്റെ 266 ദിവസം അന്ന് നടന്നിട്ടും അതിലൊരു ഇതുണ്ടെന്ന് അറിഞ്ഞില്ല. അവരുടെ പ്രശ്നമൊന്നും നോക്കാൻ നിന്നില്ല. തോറ്റു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നു അവിടെ ഒരു ഭരണവിരുദ്ധത, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങളുടെ തോൽവി കാരണമെന്ന്. എന്നിട്ടും അത് ആശാ സമരത്തെ ഒരു ഭരണവിരുദ്ധതയായിട്ടല്ല കാണുന്നത്. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതാണ് തോൽവിക്ക് കാരണമെന്ന് സമ്മതിച്ചു. ഇതൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാകുന്നത് CPIക്ക് പരാജയത്തിന് ശേഷമാണ് ഒരു ബോധോദയം ഉണ്ടെന്നാണ്. അതായത് 8 മാസത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം ജീവനക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം അമ്മമാർ തൻ്റെ അവകാശത്തിന് വേണ്ടി കരഞ്ഞിട്ടും അന്നൊന്നും കാണാതെ 8 മാസം കണ്ണിൽ കാണാതെ ഈ ഇലക്ഷന് ശേഷം 1 വർഷം പിന്നിട്ട് ഒരു ചെകിട്ടത്തടി കിട്ടിയ പോലുള്ള രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ശരിയാണ്, അത് ഭരണവിരുദ്ധത തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു ഇടത് പാർട്ടി ജനങ്ങൾക്കൊപ്പമുള്ള പാർട്ടി അല്ല എന്ന്. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു ക്യാപ്ഷൻ. അത് ഇടതുപക്ഷം ജനഹൃദയത്തിനൊപ്പമല്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ പരാജയത്തിന് ശേഷം ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഉൾപാർട്ടി പോരും, അതുമാത്രമല്ല സഖ്യകക്ഷികൾ തമ്മിലുള്ള പോരും കടുത്ത ഒരു സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ ഒരു പരാമർശം. ആശമാരെ പിണക്കേണ്ടിയിരുന്നില്ല, അവരുടെ സമരം ഈ ഒരു LDF ഭരണത്തിന് തിരിച്ചടിയായി. ഈ തിരിച്ചടിയാകുമെന്നു മുമ്പ്, അതായത് ഈ 8 മാസം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ സമരത്തിന് പിന്തുണ തേടി ആശമാർ നിങ്ങളുടെ അടുത്തും വന്നിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഭരണവിരുദ്ധത ഉണ്ടാവും എന്ന ഒരു ദീർഘദൃഷ്ടിയോടെ ഈ ഒരു സമരത്തെ തടയാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഇവരെ പിന്തിരിപ്പിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ആശ്വാസം നൽകാൻ തോന്നിയില്ല, ഒന്നും ചെയ്തില്ല. ജനങ്ങളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പാർട്ടി എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത്. ഇപ്പം എനിക്ക് ഒരുപാട് CPIക്കാരെ അറിയാമായിരുന്നു, ഞാനൊരു CPI പ്രവർത്തകനുമായിരുന്നു. ഞാൻ ഇതുപോലെ ജനങ്ങളോട് ചേർന്ന് നിന്നായിരുന്നു എൻ്റെ പ്രവർത്തനം. ഇതിൽ കുറച്ച് വിള്ളൽ വീണതിന് ശേഷമാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് മാറുന്നത്. അതിനുശേഷം ഈ ഒരു പാർട്ടിയിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് അപ്പോൾ മനസ്സിലായി, ഇങ്ങനെ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല. അതിൻ്റെ ഉള്ളിൽ, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ, അല്ലെങ്കിൽ ഈ കേടപ്പാട്ടിയുടെ ഉള്ളിലെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ്, ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പാർട്ടിയെ ചൂഷണം ചെയ്യുന്നത്. കൃഷ്ണപിള്ള തുടങ്ങി വെച്ച പാർട്ടിയാണ്. കൃഷ്ണപിള്ള പല മുന്നേറ്റങ്ങളിലൂടെയും ഈ സമരങ്ങളിലൂടെയും ഈ ചെങ്കൊടി ഉയർത്തി ഈ പാർട്ടിയുടെ യശസ് ഉയർപ്പിച്ചു. പക്ഷേ ഒരുപാട് സെക്രട്ടറിമാരിലൂടെ സ്ഥാനം കൈമാറി ബിനോയ് വിശ്വം എന്നൊരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ഒരു ഈർക്കിളി പാർട്ടിക്ക് സമാനമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. അതുപോലെ ആശാ സമരത്തെ പോലെ തന്നെ പറയുന്നതാണ്, വ്യക്തിപൂജ ചെയ്തു. നമുക്കറിയാം അവിടെ വ്യക്തി ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് അറിയാം, പിണറായി വിജയനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപൂജ ചെയ്തത് കൊണ്ടുമാണ് പരാജയത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. ഈ LDFിൽ സഖ്യകക്ഷിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പിണറായി വിജയനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് ഇത് ആദ്യം ഏറ്റെടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്. ക്യാപ്റ്റൻ പരാമർശം, അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു സ്തുതിപാട്, ഇതൊന്നും സ്തുതിപാടലല്ല, അല്ലെങ്കിൽ വ്യക്തിപൂജയല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഈ CPIയിലെ ഒരു സഹകന്മാർക്കും ഇല്ലേ? പല കമ്മിറ്റികളിലും ഈ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും സെക്രട്ടറി സ്ഥാനം മാറാതെ, പിണറായി വിജയനെ വെറുപ്പിക്കാതെ, ഒരു ന്യൂട്രൽ അടിച്ചു പോയ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. എന്നിട്ടിപ്പോൾ തോറ്റതിന് ശേഷമാണ് ആ ഒരു പാർട്ടിയിലേക്ക് ഒരു പുനഃചിന്തനം ആവശ്യമായിരുന്നു, വ്യക്തിപൂജയെല്ലാം പാർട്ടിക്ക് തിരിച്ചടിയായി. ബിനോയ് വിശ്വത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ നാട്ടികയിലെ CC മുകുന്ദൻ എന്ന സിറ്റിംഗ് MLA CPIയിൽ നിന്ന് മാറി നേരെ NDAയിൽ ചെന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. 10 വർഷം വൈക്കത്ത് MLA ആയിട്ട് മത്സരിച്ചെന്ന കെ അജിത്ത് ഇപ്പുറത്തേക്ക് NDAയിലേക്ക് മാറി NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇവരൊക്കെ എന്തുകൊണ്ട് അവിടേക്ക് മാറി എന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. സ്വന്തം സഹാക്കൾ കൂടെ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവരോട് എന്താണ് കേൾക്കാൻ തയ്യാറാകാത്തത്? വൈക്കത്തെ ആദ്യത്തെ CPI MLAയുടെ മകനും ഭാര്യയും നേരെ BJPയിൽ ചേർന്നു.
ഇവരെ ഈ ഒരു കുറെ കാലമായി ഈ പാർട്ടി കൈവിട്ട അവസ്ഥയിലായിരുന്നു. ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആ ഒരു മനുഷ്യന്റെ കുടുംബത്തിനെ ഈ പാർട്ടി തഴനയിലുള്ള അമർഷം കൊണ്ടാണ് ഇവർ ഈ NDAയിലേക്ക് പോയത്. അവർ പറഞ്ഞു ഇനി ഞങ്ങൾ ദേശീയതയുടെ വഴിയിലാണ്. പിറ്റേ ദിവസം ഇറങ്ങി ഇവർക്കെതിരെ പോസ്റ്റർ, നിങ്ങൾ വർഗവഞ്ചകരാണ്, വർഗീയവാദികളാണ്, BJPയിൽ പോകുന്നവരെല്ലാം വർഗീയവാദികളാണെന്ന് മുദ്രകുത്തുന്നു. ശരിയാണ്, BJPയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു മതഭ്രാന്ത് അല്ലെങ്കിൽ ഒരു വർഗീയത മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവർ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് അളക്കണം. ഇവർക്ക് ഒരു സാമ്പത്തിക ബാധ്യത കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ സഹായിക്കാൻ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പിന്നെ വ്യക്തിപൂജയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി VN വാസവൻ അദ്ദേഹം പറഞ്ഞത് തിരുനക്കരയിൽ പിണറായി വിജയൻ ചവിട്ടിയ മണ്ണ് നമ്മൾ അത് പൂജിക്കണം, അല്ലെങ്കിൽ അത് ആ ഒരു മണ്ണ് വിശുദ്ധ മണ്ണാണ്, അല്ലെങ്കിൽ ആ തിരുനക്കര മണ്ണ് വിശുദ്ധ മണ്ണാണ് എന്നാണ് ആ VN വാസവൻ മന്ത്രി പറഞ്ഞത്. ആ തിരുനക്കര മൈതാനത്ത് മറ്റൊരു ആരാധനാലയമുണ്ട്. ഇതെല്ലാം കൊണ്ടും ആ ഒരു തിരുനക്കര മണ്ണ് അല്ലെങ്കിൽ ആ ഒരു കോട്ടയം, ആ ഒരു പ്രദേശം എല്ലാം കൊണ്ടും ഭക്തി നിർഭരമാണ്. ഇദ്ദേഹത്തിന്റെ കാല് കുത്തിയത് കൊണ്ട് മാത്രം അതങ്ങനെ ഭക്തി നിർഭരമാകണമെന്നുമില്ല. ഈ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി ദേവനെ ആക്കേണ്ട മന്ത്രിയല്ല. അതുപോലെ ഇപ്പം ബിനോയ് വിശ്വം പ്രതിപക്ഷ നേതാവ് ആരാന്ന് ഇതുവരെ അറിയത്തില്ല, പക്ഷെ ഉപനേതാവ് പദവി തനിക്ക് വേണം, എനിക്കത് അന്നേ പറ്റൂന്നുള്ളു. അപ്പൊ ഈ ഉപനേതാവ് പദവിക്കായിട്ട് ഉപനേതാവ് പദവിക്കായിട്ട് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിട്ടായിരിക്കുമോ, അതിലൂടെ എന്തോ നേടാൻ പറ്റുമെന്നൊരു ചിന്ത? അല്ല, ഇതിപ്പോ പിണറായി വിജയൻ പദവി ഒഴിഞ്ഞു, മുഖ്യമന്ത്രി എന്ന പദവി ഒഴിഞ്ഞു. ഇപ്പൊ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ്. ഇനിയിപ്പോ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു എക്സ് സഖാവായിരിക്കും. അതായത് പ്രായത്തിന്റെ ഒരു അതിർവരമ്പ് കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു നീക്കമായിരിക്കും അടുത്ത് വരുന്നത്. ഇനിയിപ്പം പിണറായി വിജയനെ പേടിക്കേണ്ട കാര്യമില്ല. തങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ പിണറായി വിജയൻ അല്ലാതെ വേറെ ആരുമില്ല അവിടെ. MV ഗോവിന്ദന് ഏകദേശം ഒരു ഡമ്മി പീസായി മാറി. ഇനിയിപ്പോൾ CPIക്ക് ആരെയും പേടിക്കാനില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ട അവകാശങ്ങളെല്ലാം ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോഴെങ്കിലും ബിനോയ് വിശ്വത്തിന് വന്നു എന്നുള്ളതിന്റെ ഒരു അർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് ഇപ്പോൾ ഉപപ്രതിപക്ഷ നേതാവ് എന്ന ഒരു സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് പദവി സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ബിനോയ് വിശ്വം പറഞ്ഞത് അവര് പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കത്തില്ല, അവരുടെ അഭിപ്രായം ഒന്നും എനിക്ക് കേൾക്കണ്ട, പാർട്ടി എന്ത് തീരുമാനിക്കും, അതായത് ജനങ്ങളുടെ അഭിപ്രായം താല്പര്യമില്ല, ഒരു സെക്രട്ടറി സ്ഥാനത്തിന് പോലും ജനങ്ങളുടെ അഭിപ്രായം കേൾക്കണ്ട എന്ന് തന്നെയാണ് തുറന്നങ്ങ് പറഞ്ഞത് അദ്ദേഹം. അതായത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല പാർട്ടി യോഗങ്ങളും സംസ്ഥാന നേതൃത്വം വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിനോയ് വിശ്വത്തിന്റെ ഒരു നേതൃമാറ്റം. പക്ഷെ അവിടെ തന്നെ ആ ഒരു പാർട്ടി വിട്ടാൽ പിന്നെ ഒരു അഡ്രസ്സ് ബിനോയ് വിശ്വത്തിനില്ല. ആ ഒരു മുൻ MLAയുടെ മകൻ, പിന്നെ മുൻ MP അതുപോലുള്ള ഒരു അഡ്രസ്സ് ഉണ്ടെന്നല്ലാതെ പിന്നെ ഒരു നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വള്ളി ബിനോയ് വിശ്വത്തിനില്ല. അതുകൊണ്ടാണ് എന്ത് വിമർശനം ഉണ്ടായിട്ടും ഈ ബിനോയ് വിശ്വം ഇതിൽ നിന്ന് ഈ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയാത്തത്. അതിനുവേണ്ടി എത്ര പേരെ വെട്ടിനിരത്തി എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ അങ്ങനെ തുടരുന്ന ഒരാളാണ് ഈ കേരളത്തിൽ ഭരണവിരുദ്ധത ഉണ്ടായിട്ടില്ല എന്ന് മുട്ടിന് ഈ ഇലക്ഷന് മുമ്പ് വരെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു വലിയൊരു തോൽവിയേറ്റതിന് ശേഷം പറയുന്നത് ഈ ആശാസമരം തിരിച്ചടി നൽകി, വ്യക്തിപൂജ തിരിച്ചടി നൽകി, ഭരണവിരുദ്ധത ഉണ്ടായി എന്നതെല്ലാം ഉറപ്പിച്ചു പറയുന്നത് ഇപ്പോഴെങ്കിലും അല്പം കോമൺ സെൻസ് വിചാരിക്കുന്ന, കോമൺ സെൻസ് ഉള്ള ഒരു സഖാവ്, CPI പാർട്ടിയിലുള്ള ഒരു സഖാവ് ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ സെക്രട്ടറി പഠിപ്പിച്ച് തരുന്നതാണോ പറയേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിന്ന് കാണുന്നതാണോ സത്യമെന്ന്?